ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു SCERT സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 10 ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് 3 ചോദ്യങ്ങൾ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെപ്പറേറ്റഡ് യൂറോപ്പ് ഫ്രം ഏഷ്യ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഓൺലി കോണ്ടിനെന്റ് വിത്തൗട്ട് എ ഡെസേർട്ട്? തേർഡ് ക്വസ്റ്റ്യൻ, ദ വാസ്റ്റ് treeless temperate grasslands found in Eastern Europe and Central Asia are called dash. അല്ലേ, ഇതിലെല്ലാത്തിലും യൂറോപ്പ് എന്ന വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് ഇതാണ്, ലോകഭൂപടത്തിൽ യൂറോപ്പ്. ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്ന പാഠമാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് PSC ഏത് ചോദ്യങ്ങൾ ഇനി പുതുതായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും നമുക്ക് ആൻസർ ചെയ്യണം. സോ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഒരു പിക്ചർ കാണാമല്ലോടോ, ഇത് ലോകഭൂപടമാണ്. ഓക്കെ, ലോകഭൂപടത്തിൽ നമുക്ക് കാണാം അല്ലേ, ദാ തെക്കേ അമേരിക്ക കാണാം, വടക്കേ അമേരിക്ക, ആഫ്രിക്ക കാണാം, യൂറോപ്പ് കാണാം, ഏഷ്യ കാണാം, സമുദ്രങ്ങൾ അല്ലേ, അറ്റ്ലാന്റിക് പസഫിക് സമുദ്രം കാണാം, ദക്ഷിണ സമുദ്രം അന്റാർട്ടിക്ക കാണാം, അറ്റ്ലാന്റിക് സമുദ്രം കാണാം, ആർട്ടിക് സമുദ്രം കാണാം, പസഫിക് സമുദ്രം കാണാം, ഏറ്റവും ചെറിയ കോണ്ടിനെന്റ് ആയ ഓസ്ട്രേലിയ കാണാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് 4 ചോദ്യങ്ങൾ നോക്കാം. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അല്ലെ, നമുക്കറിയാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. ഈസ്റ്റിൽ കാണുന്നത് ഭൂഖണ്ഡമാണ് ചോദിച്ചിരിക്കുന്നത്. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഇതാണ് യൂറോപ്പ്. കിഴക്ക് ഭാഗത്ത് ഏതാണ്? ഏഷ്യ. ഓക്കെ, ഏഷ്യ. രണ്ടാമത്തെ ചോദ്യം, യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. പടിഞ്ഞാറ് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ് അല്ലെ. പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പം അറ്റ്ലാന്റിക്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് മൂന്നാമത്തെ ചോദ്യം. വടക്ക് എന്ന് പറയുന്നത് നോർത്താണ്. യൂറോപ്പിന്റെ നോർത്തിൽ കാണുന്ന സമുദ്രം ഏതാണ്? ആർട്ടിക് ആണ് കേട്ടോ, ആർട്ടിക് ഓഷൻ. ഓക്കെ, നാലാമത്തെ ചോദ്യം, യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതെന്നാണ്? ഇതാണ് യൂറോപ്പ്. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്, മെഡിറ്ററേനിയൻ കടലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ യൂറോപ്പുമായി ബന്ധപ്പെട്ട് കണ്ടു അല്ലെ. അതിർത്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂറോപ്പിന്റെ ഈസ്റ്റിൽ കാണുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ് അല്ലെ. ഈസ്റ്റിൽ കാണുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ഈ ഭാഗത്ത് അതായത് വെസ്റ്റിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം, നോർത്തിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം, തെക്ക് കാണപ്പെടുന്ന കടൽ മെഡിറ്ററേനിയൻ കടൽ. ഓക്കെ, ഇത് സ്കൂൾ ടെക്സ്റ്റിലെ 4 ചോദ്യങ്ങളാണ്, അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലെ. ഇനി അറിയേണ്ടത് മാത്രം നമുക്ക് നോക്കാം. വലുപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. വലുപ്പത്തിൽ എത്രാമത്തെ സ്ഥാനമുള്ള ഇതാണ് ഭൂഖണ്ഡമാണ്? 6ാം സ്ഥാനമാണ്. വലുപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത് എന്ന് മനസ്സിലാക്കി. അപ്പൊ മറ്റ് 6 വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു. അപ്പൊ യൂറോപ്പിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? യൂറോപ്പ് എന്ന് പറയുന്നത് ഏഷ്യ എന്ന ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തുടർച്ചയായി കാണപ്പെടുന്നു. അങ്ങനെ ഒരു തുടർച്ചയായി കാണപ്പെടുന്ന മറ്റൊരു ഭൂഖണ്ഡം ഇല്ല. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കാം? മറ്റ് 6 വൻകരകൾ, നമുക്ക് 7 വൻകരകളുണ്ട് അല്ലെ. മറ്റ് 6 വൻകരകളും പ്രത്യേകം ഭൂപ്രദേശങ്ങളായി കാണപ്പെടുന്നു എങ്കിൽ യൂറോപ്പ് എങ്ങനെ കാണപ്പെടുന്നു? ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു. അത് യൂറോപ്പിന്റെ ഒരു പ്രത്യേകതയല്ലേ. അപ്പം ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ യുറേഷ്യ എന്ന് പറയുന്നു. മൂന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് യുറേഷ്യ? നമ്മളൊരു പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുമ്പോൾ അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഇത് രണ്ടും കൂടി, യൂറോപ്പും ഏഷ്യയും കൂടി നമ്മൾ യുറേഷ്യ എന്ന് പറയുന്നു. ആ വിശാല ഭൂപ്രദേശത്തെ നമ്മൾ യുറേഷ്യ എന്ന് പറയുന്നു. യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായാണ് ഗ്രീക്ക് റോമൻ പണ്ഡിതർ കണക്കാക്കിയിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്
2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ഭൂപടത്തിൽ പോലും ഒരു ഭൂഖണ്ഡമായി കണക്കാക്കിയിരുന്ന ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ്. യൂറോപ്പിന്റെ മറ്റു പ്രത്യേകത എന്താണ്? ഗ്രീക്ക് റോമൻ പണ്ഡിതർ വളരെ പണ്ട് മുതൽ തന്നെ യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഗ്രീക്ക് റോമൻ പണ്ഡിതർ ഏത് ഭൂഖണ്ഡത്തെയാണ് ഭൂഖണ്ഡങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ കേന്ദ്രമായി കണക്കാക്കിയിരുന്നത് എന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ് അല്ലെ. പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതൊക്കെയാണ്? വലുപ്പത്തിൽ 6ാം സ്ഥാനത്താണ് ഉള്ളത്. യൂറോപ്പ് എന്ന് പറയുന്നത് മറ്റ് ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ഒരു പടിഞ്ഞാറൻ തുടർച്ചയാണ്. ഏഷ്യയുടെ ഒരു പടിഞ്ഞാറൻ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ യൂറോപ്പും ഏഷ്യയും കൂടി ചേരുന്നതാണ് യുറേഷ്യ എന്ന് പറയുന്നത്. ഗ്രീക്ക് റോമൻ പണ്ഡിതർ പണ്ട് തന്നെ യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായി അംഗീകരിച്ചിരുന്നു. കൂടാതെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ അന്നേ മുതൽ തന്നെ ഒരു ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു എന്നുകൂടി നമുക്ക് ഒരു 4 പോയിന്റ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഇനി ഇപ്പുറത്ത് വന്നാൽ യൂറോപ്പിന്റെ ഏകദേശം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പ് എന്ന കോണ്ടിനെന്റ്. ഓക്കെ, യൂറോപ്പിന്റെ വിസ്തീർണം ആണ് ഈ നമ്മൾ പറഞ്ഞത് അല്ലെ, ഏരിയ ആണ് പറഞ്ഞത്. ഇത് ലോക വിസ്തൃതിയുടെ 7% മാത്രമാണ്. അതും കൂടി ആലോചിക്കുക. യൂറോപ്പിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1,03,55,000 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ അത് എന്ന് പറയുന്നത് നമ്മുടെ ലോക വിസ്തൃതിയുടെ വെറും 7% മാത്രമാണെന്ന് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 35 ഡിഗ്രി മുതൽ 73 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖകൾക്കിടയിൽ, അതായത് ഇങ്ങനെ നോക്കുമ്പം 35 മുതൽ 73 വരെ, 73 ഡിഗ്രി വരെ. അതുപോലെ ഇങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ 25 പടിഞ്ഞാറും 65 കിഴക്കും, 25 പടിഞ്ഞാറ് 65 കിഴക്ക്, ഈ ഒരു ഏരിയയുടെ അകത്താണ് യൂറോപ്പ് എന്ന കോണ്ടിനെന്റ് നിലകൊള്ളുന്നത്. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിൽ ഇതാണ് പറഞ്ഞത്. നോർത്ത് സൗത്തും ഈസ്റ്റ് വെസ്റ്റും ഉള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ സ്ലൈഡിൽ നമ്മൾ 4 മെയിൻ പോയിന്റുകൾ പഠിച്ചു അല്ലെ. 4 മെയിൻ പോയിന്റുകൾ എന്തൊക്കെ പറഞ്ഞു? 6ാം സ്ഥാനമാണെന്ന് പറഞ്ഞു, യുറേഷ്യയുടെ കാര്യം പറഞ്ഞു, ഗ്രീക്ക് റോമൻ പണ്ഡിതർ പണ്ട് മുതലേ ലോകത്തിന്റെ കേന്ദ്രമായി അംഗീകരിച്ചത് യൂറോപ്പാണ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ എന്ത് പറഞ്ഞു? 7% മാത്രമേ ലോക വിസ്തൃതിയുടെ ഉള്ളൂ. എത്ര വിസ്തൃതി എന്ന് നമ്മൾ പറഞ്ഞു, അത് നമുക്ക് അത്യാവശ്യമില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? അതിന്റെ ലാറ്റിറ്റ്യൂഡൽ ലോഞ്ചിറ്റ്യൂഡൽ ആ സ്ട്രക്ചർ പൊസിഷനാണ് പറഞ്ഞത്. ഇനി യൂറോപ്പിന്റെ സ്ഥാനം നോക്കാം. നമുക്കിവിടെ ഒരു ഇത് കാണുന്നുണ്ടല്ലേ, ഇത് യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെ അതിലുള്ള രാജ്യങ്ങളുടെ ഒരു പിക്ചറാണ്. ഇതിൽ നമുക്ക് ഫ്രാൻസ് കാണാം, ജർമ്മനി, പോളണ്ട്, ബെലാറസ്, ഉക്രൈൻ കാണാം, റിപ്പബ്ലിക് കാണാം, റഷ്യയുടെ ഭാഗം കാണാം, അതുപോലെ തന്നെ ഹംഗറി കാണാം, ആസ്ട്രിയ കാണാം. അങ്ങനെ യൂറോപ്പ് എന്ന കോണ്ടിനെന്റിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് രാജ്യങ്ങളുടെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കാം, യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രം. അപ്പം വടക്ക് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക് സമുദ്രം. പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രം, തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടല് സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടു അല്ലെ, നമ്മൾ കണ്ടതാണത്. ആദ്യത്തെ ചോദ്യങ്ങൾക്ക് തന്നെ നമ്മൾ ആ പിക്ചർ നോക്കി ആൻസർ പറഞ്ഞു. അപ്പൊ എവിടെയാണടാ വടക്ക് അഥവാ നോർത്തിൽ ആരാണ്? ആർട്ടിക് സമുദ്രം അല്ലെ. പടിഞ്ഞാറ് വെസ്റ്റിൽ ആരാണ്? വെസ്റ്റില് അറ്റ്ലാന്റിക് സമുദ്രമാണ്. തെക്ക് സൗത്തിൽ ആരാണ്? മെഡിറ്ററേനിയൻ കടലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും ബ്ലാക്ക് സീയും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിര, കരിക്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പം ഇവിടെ യൂറോപ്പ്, ഇവിടെ ഏഷ്യ എന്ന് ആലോചിക്കുക. ഇത് ഏഷ്യ. അപ്പം വേർതിരിക്കുന്ന എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്താണ് കേട്ടോ, സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഈസ്റ്റ് ആണ്. സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലുമാണ്. അപ്പം ഓപ്ഷൻ എ കരിങ്കടൽ, ഓപ്ഷൻ ബി കാസ്പിയൻ കടൽ, ഓപ്ഷൻ സി യൂറൽ പർവ്വതനിര, ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എഴുതാം
ഇവയെല്ലാമാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? യൂറൽ പർവ്വതനിര, കരിങ്കടൽ, കാസ്പിയൻ കടൽ, ഇവ 3ഉമാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതെന്ന് നോക്കാം. അത് റഷ്യയാണ്. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ 25% മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. എങ്കിൽ പോലും യൂറോപ്പിൽ റഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ 25% മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. എങ്കിലും യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഓക്കെ, ആ 25% ഒന്ന് ഓർത്തു വയ്ക്കുക. ബാക്കി ഭാഗം ഏഷ്യയിലാണ്. അപ്പം റഷ്യ എന്ന രാജ്യത്തിന്റെ 25% യൂറോപ്പിലും 75% ഏഷ്യയിലുമാണ് എന്നുള്ളത് കൃത്യമായി ഓർക്കാം. ഓക്കെ, യൂറൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. എന്താണ്? യൂറൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശം. അപ്പൊ യൂറൽ പർവ്വതനിരയുണ്ട്, അതിന്റെ പടിഞ്ഞാറ്, അപ്പം ഇവിടെ യൂറൽ പർവ്വതനിരയാണ് എങ്കിൽ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. അപ്പൊ യൂറൽ പർവ്വതനിരയുടെ പടിഞ്ഞാറ് കാണുന്ന റഷ്യ പ്രദേശം എവിടെ ഉൾപ്പെടുന്നു? അതെ, അപ്പം ഇത് നമ്മുടെ യൂറോപ്പാണെന്ന്, അതിന്റെ റഷ്യ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു. ഇതാണ് യൂറൽ പർവ്വതനിര, ഓർക്കാം. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ്. ഈ ഭാഗത്ത് കാണപ്പെടുന്നത് ഏതാണ്? യൂറോപ്പിൽ കാണപ്പെടുന്ന റഷ്യയുടെ ഭാഗമാണെന്ന് നമുക്ക് ഓർക്കാം. റഷ്യൻ ജനതയുടെ 75% അധിവസിക്കുന്നത് യൂറോപ്പിലാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട മറ്റൊരു പോയിന്റ് ആണ് റഷ്യൻ ജനത, അല്ലെ? കൂടുതലും പോപ്പുലേഷൻ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? യൂറോപ്പിലാണ്. അപ്പം റഷ്യൻ പോപ്പുലേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്പ് എന്ന കോണ്ടിനെന്റിലാണ് എന്ന് ഓർക്കാം. ഇനി റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളാണ് മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. അപ്പൊ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഏഷ്യയിലും യൂറോപ്പിലും വ്യാപിച്ചു കിടക്കുന്നു. നമ്മൾ എന്ത് പറഞ്ഞു? 25% മാത്രമാണ് യൂറോപ്പിലുള്ളത്, ബാക്കി 75% ഏഷ്യയിലാണ്. എങ്കിൽ പോലും ആ 25%ത്തിലാണ് റഷ്യ എന്ന രാജ്യത്തിന്റെ 75% പോപ്പുലേഷനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എന്ത് പറഞ്ഞു? റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങൾ ഏതൊക്കെയാണിത്? മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യൂറോപ്യൻ റഷ്യയിലാണ് എന്നത് ഇവിടെ ഓർക്കാം. ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവയാണ് വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ റഷ്യ എന്ന ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ, ഇതെല്ലാം ആ നിരയിലുള്ള വലിപ്പത്തിൽ മുൻനിരയിലുള്ള യൂറോപ്പ് എന്ന കോണ്ടിനെന്റിലെ മറ്റ് രാജ്യങ്ങളാണെന്നത് ഓർത്തു വയ്ക്കാം. നമുക്കൊരു പിക്ചർ കാണാം, അല്ലെ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂറോപ്പിന്റെ ഭൂപ്രകൃതിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി പഠിക്കാറുണ്ടല്ലോ, അല്ലെ? അതുപോലെ യൂറോപ്പിന്റെ ഭൂപ്രകൃതിയിൽ എന്തൊക്കെ കാണാൻ നോക്കണം. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളെ കാണാം, അല്ലെ? ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ നമുക്ക് കാണാം. മധ്യ ഉന്നത തടങ്ങൾ കാണാം, മിഡിൽ അപ്ലാൻസ് കാണാം. ആൽപൈൻ പർവ്വതനിരകൾ കാണാം, ഇത് നമുക്ക് ഫെമിലിയർ ആണ്. മെഡിറ്ററേനിയൻ കടൽ, അതുപോലെ കോക്കസസ് പർവ്വതനിരകൾ കാണാം. യൂറൽ പർവ്വതനിരകൾ കാണാം, അല്ലെ? നമുക്ക് ആൽപൈൻ പർവ്വതനിരകൾ കാണാം, കോക്കസസ് പർവ്വതനിരകൾ, യൂറൽ പർവ്വതനിരകൾ, അതുപോലെ തന്നെ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, അല്ലെ? നോർത്തേൺ യൂറോപ്യൻ പ്ലെയിൻസ് കാണാം. മധ്യ ഉന്നത തടങ്ങൾ, അതായത് മിഡിൽ അപ്ലാൻഡുകൾ കാണാം. പിന്നെ വടക്ക് പടിഞ്ഞാറുള്ള കുന്നുകൾ കാണാം. ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഇത് 4 എണ്ണമാണ് യൂറോപ്പിൽ. ഒന്ന്, വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ അവിടെ അവൈലബിൾ ആണ്. മധ്യ ഉന്നത തടങ്ങൾ, മിഡിൽ അപ്ലാൻഡ്സ്. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, അതായത് യൂറോപ്പിന്റെ നോർത്തിലായിട്ട് കാണപ്പെടുന്ന പ്ലെയിൻസ് കാണാം. പിന്നെ ആൽപൈൻ പർവ്വതനിരകൾ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ അഥവാ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കുന്നുകൾ. യൂറോപ്പിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. അപ്പം വടക്ക് പടിഞ്ഞാറൻ കുന്നുകളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാല് ഉയർന്ന കുന്നുകൾ. അപ്പൊ ഒന്ന്, ഉയർന്ന കുന്നുകൾ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഇതെല്ലാം രാജ്യങ്ങളായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമി. അപ്പൊ എന്തൊക്കെ നമുക്ക് ഇവിടെ കാണാം? സ്കാൻഡിനേവിയൻ പീഠഭൂമി കാണാം, അതുപോലെ തന്നെ ഉയർന്ന കുന്നുകൾ കാണാം. ആ കുന്നുകൾ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയും കാണാം. പിന്നെ യൂറോപ്പിന്റെ നോർത്തിൽ, അല്ലെ, നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകൾ. അപ്പം യൂറോപ്പ് എന്ന് പറയുന്നത് ഇത് ആണെങ്കിൽ ഇതിന്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ നമുക്ക് എന്ത് കാണാം? ഉയർന്ന കുന്നുകളായിട്ട് കാണാം.
പിന്നെ നമുക്ക് സ്കാൻഡിനേവിയൻ അല്ലെ, സ്കാൻഡിനേവിയൻ പീഠഭൂമിയും കാണാനായിട്ട് സാധിക്കും. ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് പരന്നു കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കണം, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്. നമ്മൾ ഫിൻലാൻഡിനെ അറിയാല്ലേ, സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തെടുക്കുന്ന ഇത് എപ്പോഴും വരാറില്ലേ, അത് നമ്മൾ പഠിക്കാറില്ലേ, കണ്ടിട്ടില്ലേ? ഓക്കെ, അത് യൂറോപ്പിലാണ് എന്നത് നമുക്ക് ഇവിടെ ഓർക്കാം. ഇനിയും വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. അടുത്തത്, മഞ്ഞു മൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. അപ്പം യൂറോപ്പിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്ലേസ് ആണ് സ്കാൻഡിനേവിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സ്കാൻഡിനേവിയയുടെ വളരെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? നമുക്കിവിടെ വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളെ കാണാം, മഞ്ഞുകൾ മൂടിയ കുന്നുകൾ കാണാം. ഓക്കെ, അതുപോലെ മനോഹരമായ വനങ്ങളും തടാകങ്ങളും കാണാം. ഇതെല്ലാം അപ്പം നമുക്കറിയാം വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. സ്വാഭാവികമായിട്ടും സഞ്ചാരികൾ ഒരുപാട് ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പം യൂറോപ്പിന്റെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രം എന്ന് ചോദിച്ചാൽ നമുക്ക് സ്കാൻഡിനേവിയ പറയാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ കാണാം നീണ്ട കാലത്തെ ഹിമാനീകരണത്തിന്റെ, അത് ഒരേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഹിമാനീകരണത്തിന്റെ അപക്ഷയത്തിന്റെയും നമ്മുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ നമുക്ക് ഉരുണ്ട തലപ്പോട് കൂടിയതും അതുപോലെ നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ കാണാം. മോൾ ഭാഗം ഉരുണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള കുന്നുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സ്കാൻഡിനേവിയയിൽ കാണപ്പെടുന്ന തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോഡുകൾ മറ്റൊരു ആകർഷണമാണ്. എവിടെ? യൂറോപ്പിലെ മറ്റൊരു ആകർഷണമാണ് ഫിയോഡുകൾ. നമ്മളിവിടെ വേറൊന്നും പറഞ്ഞില്ല, വടക്ക് പടിഞ്ഞാറൻ കുന്നുകളെ കുറിച്ച് പറഞ്ഞു. 4 ഭൂപ്രകൃതി സവിശേഷതകളിൽ ഒന്നാണിത്. ഇത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കുന്നുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ വളരെ മനോഹരമായ മഞ്ഞു മൂടിയ കുന്നുകൾ, അതുപോലെ വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികൾ, തടാകങ്ങൾ, വനങ്ങൾ, ഇതെല്ലാം ഈ സ്ഥലത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞു. ഉരുണ്ട തലപ്പോട് കൂടിയ നേരിയ ചരിവുള്ള കുന്നുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഫിയോഡ് എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കടാ, ഇത് നോർവേയിലെ ഒരു ഫിയോഡ് തീരമാണ്. മനോഹരമായ ഒരു ദൃശ്യം അല്ലെ. നോക്കടാ, എന്താണ് ഫിയോഡുകള്? ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ്. യു രൂപ താഴ്വരകൾ. ഓക്കെ, അപ്പൊ യു രൂപം എന്ന് പറയുന്നത് ഒരു യു ഫോമിൽ കാണപ്പെടുന്ന ഒരു താഴ്വരയാണ്, വാലീസ് ആണ്. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോഡുകൾ. അപ്പം ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അല്ലെ, കുറച്ച് ഹൈ ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിൽ ഏരിയാസിൽ സമുദ്രതീരങ്ങളിൽ ആണ് ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതൊരു ഹിമകൃത താഴ്വരകളാണ്, മഞ്ഞിന്റെ പ്രസൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ ഫിയോഡുകൾ എന്ന് പറയുന്നു. ഉഷ്ണ ശീത ജലപ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോഡുകളിൽ പ്ലവകങ്ങൾ അഥവാ പ്ലാക്ടോൺ ധാരാളമായി കാണപ്പെടുന്നു. അപ്പം ഉഷ്ണ ശീത ജലപ്രവാഹങ്ങൾ, ചൂടുള്ളതും തണുത്തതുമായ ജലപ്രവാഹങ്ങളുടെ ഭാഗത്തായി കാണപ്പെടുന്ന ഒരു സസ്യവിഭാഗമാണ് പ്ലവകങ്ങൾ അഥവാ പ്ലാക്ടോണുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലാക്ടോണുകൾ ഭക്ഷിക്കുന്നതിനായി മത്സ്യങ്ങൾ ധാരാളമായി ഇവിടെ വരും. സോ അവിടെ മത്സ്യസമ്പത്ത് കൂടുന്നതായി കാണാൻ സാധിക്കും. ഓക്കെ, മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. അപ്പം യൂറോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കാൻഡിനേവിയൻ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി സവിശേഷത നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ ഫിയോഡുകളിൽ അതായത് അവിടെ ഉഷ്ണ ശീത ജലപ്രവാഹങ്ങളുണ്ട്. അവിടെ സമ്പന്നമായി വളരുന്ന ചെടികളാണ് പ്ലാക്ടോണുകൾ എന്ന് പറയുന്നത്. ഈ പ്ലാക്ടോണുകൾ കഴിക്കാൻ മത്സ്യങ്ങൾ ധാരാളമായി ഈ പ്രദേശത്ത് വരും. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യസമ്പന്നത നമുക്ക് മനസ്സിലാക്കാം. അപ്പം സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേര് കേട്ടതാണ്. അപ്പം അവിടെ മത്സ്യസമ്പത്ത് കൂടുന്നുണ്ട്. അപ്പം യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾക്ക് മത്സ്യസമ്പന്നത കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഫിയോഡുകളാണ്. ഫിയോഡ് എന്ന് പറയുന്നത് യു ഷേപ്പിൽ ഫോം ചെയ്യുന്ന താഴ്വരകളാണ് എന്ന് പറഞ്ഞു. നമുക്ക് ആ പിക്ചർ ഇവിടെ കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹിമാനീകരണം അഥവാ അപക്ഷയം എന്നതാണ്. ഹിമാനീകരണവും അപക്ഷയവും നോക്കാം. ഇത് നമുക്ക് സിംഗിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം അല്ലെ. ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. നമുക്കറിയാം അല്ലേ, ചലിക്കുന്ന മഞ്ഞുപാളികളെയാണ് നമ്മൾ ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികൾ എന്ന് പറയുന്നത്.
ഇവയുടെ ചലനത്തിന്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് വ്യത്യസ്ത രൂപങ്ങൾ? അതായത് ഇവയുടെ ചലനത്തിന്റെ ഈ ഗ്ലേഷ്യേഴ്സിന്റെ മൂവ്മെന്റ് കാരണം ആ മൂവ്മെന്റ് ഒരസലുണ്ടാവുമല്ലോ, അപ്പൊ പലതരത്തിലുള്ള വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെ. അപ്പം ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു കാര്യത്തെ നമ്മൾ വളരെ എപ്പോഴും തന്നെ ഒരു കല്ലായിക്കോട്ടെ, ഒരു ഹാർഡായിട്ടുള്ള ഒരു കല്ലിനെ നമ്മൾ ഒരു ഭാഗം പോളിഷ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കാണാം കുറച്ച് ദിവസം കഴിയുമ്പം അതിൻ്റെ ഒരു ഔട്ടർ ഇതിൽ നിന്ന് നല്ല പോളിഷ്ഡ് ആയിട്ട് വരുന്നത്, സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. സോ അതേപോലെ ഈ ഹിമാനികളുടെ മൂവ്മെന്റിന്റെ ഫലമായിട്ട് എന്ത് കാണാം? വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു പ്രക്രിയയെ നമ്മൾ എന്ത് പറയുന്നു? ഹിമാനീകരണം എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ഹിമാനീകരണം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്തത്, ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം അഥവാ ശിഥിലീകരണമാണ് അപക്ഷയം. അടുത്ത ചോദ്യം, എന്താണ് അപക്ഷയം? അല്ലെങ്കിൽ ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികമോ ആയ വിഘടനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അപക്ഷയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം ഹിമാനീകരണം ചോദിക്കാം, അപക്ഷയം ചോദിക്കാം. അടുത്തത്, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ അഥവാ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ആണ്. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കു ഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈ നമ്മൾ പറഞ്ഞ കുന്നുകളുണ്ടല്ലോ, അതിന്റെ തെക്കായിട്ടാണ് അല്ലെ, വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്ക് ഭാഗത്താണ്, അതിന്റെ തൊട്ട് താഴെയായിട്ട് തെക്ക് ഭാഗം സൗത്തിലായിട്ടാണ് ഈ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ അഥവാ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് കാണപ്പെടുന്നത്. കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നു. അതായത് ഇതിന്റെ ഈ ഭാഗം ആണ് ഈ പ്ലേസ് എങ്കിൽ ഇവിടെ എന്ത് കാണപ്പെടുന്നു? യൂറൽ പർവ്വതനിരകൾ കാണപ്പെടുന്നു. ഇവിടെയാണെങ്കിലോ അറ്റ്ലാന്റിക് സമുദ്രം. അപ്പൊ ഇതിന്റെ അറ്റ്ലാന്റിക് ഓഷന്റെയും യൂറൽ പർവ്വതനിരകളുടെയും യൂറൽ മൗണ്ടൻസിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ചെറു കുന്നുകൾ കാണപ്പെടുന്നു അല്ലെ, സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ ഇവിടെ കൃഷിക്ക് ഏറെ അനുയോജ്യമായ സ്ഥലമാണ് യൂറോപ്യൻ സമതലങ്ങൾ. ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികൾ, അപ്പം വളരെ പ്രധാനപ്പെട്ട യൂറോപ്യൻ നദികളാണ് നോക്കാം. വോൾഗ, ഡോണ്, നൈപ്പർ അല്ലെ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളെയും ഫലമായാണ് വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കാം. ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ നേരത്തെ പറഞ്ഞ കുന്നുകൾക്ക് തൊട്ട് താഴെ സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ എന്ന് പറയുന്നത് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് ഓഷൻ, കിഴക്ക് യൂറൽ പർവ്വതനിരകൾ, ഇതിന്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന വിശാലമായ ഒരു ഏരിയ ആണ് ഈ നോർത്തേൺ യൂറോപ്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ, കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സോയിൽ ലഭിക്കുന്നു. അതിന് കാരണമാകുന്ന നദികളാണ് വോൾഗ, ഡോൺ, നെയ്പ്പർ. അപ്പൊ വോൾഗ, ഡോൺ, നെയ്പ്പർ ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം, ഇത് യൂറോപ്യൻ സമതലങ്ങളിൽ കൂടി ഒഴുകുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ എന്ന ഭൂഖണ്ഡത്തിൽ ഒഴുകുന്ന ഒരു 3 നദികളാണ്. അത് വോൾഗയാണ് ഏറ്റവും നീളം കൂടിയ നദി അല്ലെ. നമ്മൾ പഠിക്കൂലേ, ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിക്കും പോലെ അതൊരു രാജ്യമാണ്. യൂറോപ്പ് എന്ന കോണ്ടിനെന്റിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ എന്ന് പറയുന്നത്. ഇനിയും ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ് സ്റ്റെപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്പിലെ ഗ്രാസ് ലാൻഡ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാം. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗയാണ്. വോൾഗ, ഡോണ്, അതുപോലെ തന്നെ നെയ്പ്പർ, ഇതെല്ലാം യൂറോപ്പിലെ പ്രധാനപ്പെട്ട നദികളാണെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റെപ്പീസ് അല്ലെ, എന്താണ്? ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണുന്ന പുൽമേടുകളാണ് സ്റ്റെപ്പീസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പീസിന്റെ വെസ്റ്റിലായിട്ട് നമുക്ക് അറ്റ്ലാന്റിക് ഓഷനും ഈസ്റ്റിലായിട്ട് നമുക്ക് എന്ത് കാണാം? യൂറൽ പർവ്വതനിരകളും കാണാമെന്നും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനിയും മധ്യ ഉന്നത തടങ്ങൾ അഥവാ സെൻട്രൽ അപ്ലാൻസ് എന്തെന്ന് നോക്കാം. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായി മധ്യ ഉന്നത തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ നമ്മുടെ 3ാമത്തെ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ സവിശേഷതയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും മുകളിൽ കുന്നുകൾ, അതിനുശേഷം ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, അതിന്റെ തെക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് മധ്യ ഉന്നത തടങ്ങൾ അഥവാ മിഡിൽ അപ്ലാൻസ്
കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്താണ്? ചെറിയ കുന്നുകൾ കാണാം, താഴ്വരകൾ കാണാം, പീഠഭൂമികളും ഇവിടെ വ്യാപിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. റൈന് അതുപോലെ തന്നെ റോൺ എന്നീ നദികളാണ് ഈ പ്രദേശത്ത് ജലസമ്പുഷ്ടമാക്കുന്നത്. അപ്പം മധ്യ ഉന്നത തടങ്ങളെ ജലസമ്പുഷ്ടമാക്കുന്ന 2 നദികളാണ് റൈനും റോണും. ഓക്കെ അല്ലേ? അടുത്തത് മധ്യ ഉന്നത തടങ്ങളിലെ പ്രധാന ഭൂരൂപങ്ങളെ കാണാം. റൈൻ താഴ്വര, വോസ്ഗസ് മൗണ്ടൻസ്, ജുറാ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി, ഇതെല്ലാം കാണുന്നത് ഈ ഭൂരൂപങ്ങളെല്ലാം ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ആൻഡനീസ് പർവ്വതങ്ങൾ കാണപ്പെടുന്നത് ബെൽജിയത്തിന്റെ ഭാഗമായിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാർസ് പർവ്വതങ്ങൾ കാണപ്പെടുന്നത് ജർമ്മനിയുടെ ഭാഗമായിട്ടാണ്. മസേറ്റ പീഠഭൂമി കാണപ്പെടുന്നത് സ്പെയിനിലാണ്. ബൊഹീമിയൻ പീഠഭൂമി കാണപ്പെടുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. അപ്പം യൂറോപ്പിലെ പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂരൂപങ്ങളും അത് ഏത് രാജ്യങ്ങളിലാണ് എന്നതുമാണ് ഈ ഒരു ടേബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞു. മനോഹരമായ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ നമുക്ക് ഈ പിക്ചറിലൂടെ കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഇതാണ് ആൽപ്സ് പർവ്വതനിരകൾ. അപ്പം നമുക്ക് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതനിരകളുടെ മനോഹാരിത കാണാം. അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിരകൾ നമുക്ക് കാണാം. ഇവിടെ നോക്കടാ, ആൽപൈൻ പർവ്വതനിരകൾ അഥവാ ആൽപ്സ് പർവ്വതനിരകളെ കുറിച്ച് പറയുമ്പോൾ മധ്യ ഉന്നത തടത്തിന് തെക്കുഭാഗത്ത് ആയിട്ടാണ്. അതായത് മധ്യ ഉന്നത തടം, നമ്മൾ ഓരോന്നും തെക്ക് 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 എന്നാണ് പറഞ്ഞു വന്നത് അല്ലെ? ഇതും തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മടക്ക് പർവ്വതങ്ങളാണ്. ആൽപ്സ് പർവ്വതങ്ങൾ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ഹിമാലയം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ആൽപൈൻ പർവ്വതങ്ങൾ ഓക്കെ, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ. അപ്പം ഇതിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഇതിന്റെ വെസ്റ്റിലെ അറ്റ്ലാന്റിക് സമുദ്രമാണ്, കിഴക്ക് കാസ്പിയൻ കടലാണ്. ഈ പർവ്വതനിരകൾ നീണ്ടു കിടക്കുന്നു. ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ എന്നിവയാണ് പ്രധാന ആൽപൈൻ പർവ്വതനിരകൾ. പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണിടാ? ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ, ഇത് 3ആണ് പ്രധാന ആൽപൈൻ പർവ്വതനിരകൾ. കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ചോദിക്കാം അല്ലെ? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, യൂറോപ്പ് എന്ന കോണ്ടിനെന്റിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ് എന്ന് ഓർക്കാം. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ ആൽപൈൻ പർവ്വതനിരകളുടെ ഭാഗമാണെന്ന് ഓർക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ് എവിടെയാണ്? ജർമ്മനിയിലാണ്. ഓക്കെ, മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആൽപൈൻ പർവ്വതനിര എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഉയരം കൂടിയ പീക്ക് അല്ലെ, കൊടുമുടി ഏതാണ്? മൗണ്ട് എൽബ്രസ് ആണ്. പിന്നെ ഇതിന്റെ ഭാഗമാണ് ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ എന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ കണ്ടത്. അടുത്തത് മടക്ക് പർവ്വതങ്ങൾ. നമുക്കറിയാം ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും. നമുക്കറിയാം ഭൂമിയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം അല്ലെ? ഏറ്റവും ഇതിനെ നമുക്ക് ക്രസ്റ്റ്, മിഡിൽ ആയിട്ടുള്ളത് മാന്റിൽ, ഏറ്റവും അകത്തുള്ളത് കോർ. ഇതില് ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കം, ഭൂവൽക്കം എന്ന് പറയുന്നത് ക്രസ്റ്റും മാന്റിലിന്റെ, അതായത് ഇത് എന്താണ്, ക്രസ്റ്റും മാന്റിലിന്റെ ഫസ്റ്റ് ലെയറും കൂടെ ചേർന്നിട്ട് നമ്മൾ പറയുന്നതാണ് ലിത്തോസ്ഫിയർ. എന്ത് പറയും? ലിത്തോസ്ഫിയർ എന്ന് പറയും. ക്രമരഹിതമായ അരികുകളോട് കൂടിയ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ കാണപ്പെടുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതി എന്ന് പറയുന്നത് അനേകായിരം കിലോമീറ്റർ ആണ് ഏരിയ. ശരാശരി 100 കിലോമീറ്റർ ആണ് കനം. ശരാശരി കനം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. കനം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണെന്ന് ഓർക്കാം. അപ്പം 100 കിലോമീറ്റർ ഉള്ള കനമുള്ള ഇവയെ നമ്മൾ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയും. ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഫലകാതിരുകൾ, ശിലാപാളികൾ മടങ്ങി ഉയർന്ന രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. ഇപ്പം ഹിമാലയ പർവ്വതവും ആൽപ്സും എല്ലാം മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ 2 പാളികൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു. ഒരു പാളി എന്ത് ചെയ്യുന്നു? ഒന്നിലേക്ക് ഇടിച്ചു കയറുമ്പോൾ അടുത്തത് ഇങ്ങനെ പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള മടക്ക് പർവ്വതങ്ങൾ ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള മടക്ക് പർവ്വതങ്ങൾ ഫോം ചെയ്യുന്നു. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയ, ആൽപ്സും മടക്ക് പർവ്വതങ്ങളാണ്. അപ്പൊ ലിത്തോസ്ഫിയർ ഓർത്തു വെക്കുക. ക്രസ്റ്റിന്റെയും മാന്റിലിന്റെയും മാന്റിലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറും ക്രസ്റ്റും കൂടെ ചേർന്ന് നമ്മൾ പറയുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇതിന്റെ കനം എത്രയാണെന്ന് പറഞ്ഞു. വടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയും നമ്മൾ പഠിച്ച കാര്യത്തിന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ബ്രീഫ് ചെയ്യാം.
യൂറോപ്പിന്റെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, മധ്യ ഉന്നത തടങ്ങൾ ആൽപൈൻ പർവ്വതനിരകളാണ്. ഇതിൽ ഉയർന്ന വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ എന്ന് പറയുന്നത് ഉയർന്ന കുന്നുകളാണ് കേട്ടോ. സ്കാൻഡിനേവിയൻ പീഠഭൂമി നമുക്ക് കാണാം. അതുപോലെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡിലാണ് ഈ സ്കാൻഡിനേവിയൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫിയോർഡ് തീരങ്ങൾ അല്ലെ, യു ഷേപ്പിൽ ഫോം ചെയ്യുന്ന ഫിയോർഡ് തീരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഉത്തര യൂറോപ്യൻ സമതലങ്ങളിൽ നമുക്ക് സ്റ്റെപ്പീസ് പുൽമേടുകൾ കാണാം. യൂറൽ മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് ഇതിന്റെ ഒരു ബോർഡർ എന്ന് പറഞ്ഞു. പിന്നെ വളരെ കൃഷിക്ക് നല്ല ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 നദികളാണ് ഡോണ്, വോൾഗ, സ്പെയർ. അതിൽ ഏറ്റവും വലുത് നീളം കൂടിയത് വോൾഗ എന്ന് നമ്മൾ പറഞ്ഞു. മധ്യ ഉന്നത തടങ്ങളിൽ പറഞ്ഞത് ഇവിടെ ചെറിയ കുന്നുകളാണ്. ഇവിടെ താഴ്വരകളും പീഠഭൂമികളും ഉണ്ട്. റൈൻ, റോൺ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ് കേട്ടോ, റിവേഴ്സ്. അത് കഴിഞ്ഞിട്ട് അയർലൻഡ് മുതൽ റഷ്യ വരെ വ്യാപിച്ചു കിടക്കും. ആൽപൈൻ പർവ്വതനിരകൾ എന്ന് പറയുന്നത് മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. കാസ്പിയൻ കടൽ മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് ബോർഡർ പറയുന്നത്. മൗണ്ട് എൽബ്രസിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആൽപ്സ്, കോക്കസസ്, കാർപാത്തിയൻ ഈ 3ഉം ഇതിന്റെ ഭാഗമാണെന്നും നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലേക്ക് ആയിട്ട് എക്സ്ട്രാ റീഡിങ്ങിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് വേൾഡ് റീജിയണൽ ജോഗ്രഫി, കെയ്റ്റ്ലിൻ ഫിനാലസിന്റെ ആണ്. 2019 ഒരു പുസ്തകമാണ് കേട്ടോ. അടുത്ത ജോഗ്രഫി ഓഫ് യൂറോപ്പ്, നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി, റീജിയണൽ ജോഗ്രഫി ആൻഡ് എക്കണോമി ഓഫ് യൂറോപ്യൻ കൺട്രീസ്, ഇസ്വാൻ തോസ 2012 ഒരു പുസ്തകമാണ്. ഇതൊക്കെ എക്സ്ട്രാ റീഡിംഗ് താല്പര്യപ്പെടുന്നവർക്ക് ഉപയോഗിക്കാം. കാലാവസ്ഥയും നൈസർഗിക സസ്യ ജന്തുജാലങ്ങളെയും കുറിച്ച് നോക്കാം. മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് യൂറോപ്പിന്റെ പൊതുവായ കാലാവസ്ഥ. അപ്പം വേനൽക്കാലം എന്ന് പറയുന്നത് മിതമാണ് കേട്ടോ. അതുപോലെ തന്നെ താരതമ്യേന കഠിന ശൈത്യകാലമാണ്. അതായത് വിന്റർ സീസൺ കുറച്ച് ഹാർഷാണ്. വേനൽക്കാലം മിതമാണ്, കുറച്ചേ ഉള്ളൂ. യൂറോപ്പിന്റെ പൊതുവായ യൂറോപ്പിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. എന്നാൽ പ്രാദേശികമായ കാലാവസ്ഥയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. അക്ഷാംശ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാന്നിധ്യം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. അപ്പം യൂറോപ്പ് എന്ന കോണ്ടിനെന്റിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. 1 അതിന്റെ അക്ഷാംശ സ്ഥാനം, 2 എന്ന് പറയുന്നത് അവിടുത്തെ ഭൂപ്രകൃതിയാണ്, 3 എന്ന് പറയുന്നത് സമുദ്ര സാന്നിധ്യമാണ് അല്ലെ. നമ്മൾ വടക്കും അതുപോലെ പടിഞ്ഞാറും താഴെ തെക്ക് ഒക്കെ കാണപ്പെട്ട സീ ആയിട്ടും സമുദ്രമായിട്ടും എല്ലാം നമ്മൾ പിക്ചറിൽ കണ്ടു. ഇവിടുത്തെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയാണ് കേട്ടോ. അപ്പൊ വടക്കും അതുപോലെ തന്നെ കിഴക്കും വരണ്ട ശൈത്യ കാലാവസ്ഥയാണ്. എന്താണ് അതെന്ന് പറയുന്നത്? ഇതിന് കാരണമാകുന്നത് ഉയർന്ന അക്ഷാംശ സ്ഥാനവും പർവ്വതങ്ങളുടെ സ്വാധീനവുമാണ്. അക്ഷാംശ സ്ഥാനം ലാറ്റിറ്റ്യൂഡിൽ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് കുറച്ച് കൂടുതലാണ്. പിന്നെ എന്താണ്? പർവ്വതങ്ങൾ, നമ്മൾ പർവ്വതങ്ങളെ പഠിച്ചു അല്ലെ. അപ്പൊ ഈ പർവ്വതങ്ങൾ ഇത് രണ്ടിന്റെ പ്രസൻസ് ആ ഭാഗങ്ങളിൽ വടക്കും കിഴക്ക് ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയാണ്. ശൈത്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള ഒരു വിന്റർ സീസൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്നാൽ തെക്കും പടിഞ്ഞാറും സമുദ്രത്തിന്റെ സ്വാധീനത്താൽ മിതമായ കാലാവസ്ഥയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അക്ഷാംശ സ്ഥാനം പർവ്വതങ്ങളുടെ സ്വാധീനം കൊണ്ട് വടക്കും കിഴക്കും വരണ്ട ശൈത്യ കാലാവസ്ഥയാണ് എങ്കിൽ സമുദ്രത്തിന്റെ സ്വാധീനം കൊണ്ട് തെക്കും പടിഞ്ഞാറും മിതമായ കാലാവസ്ഥയാണ് യൂറോപ്പിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് പറയാനുള്ളത് ലോകത്ത് മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം, നമുക്ക് 7 ഭൂഖണ്ഡമുണ്ട്. അതിൽ മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏത് എന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ്. സോ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാം, ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാം. യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായ മഴയും മഞ്ഞും ലഭിക്കുന്നു അല്ലെ. വർഷണം അല്ലെ, മഴയായിട്ടും മഞ്ഞായിട്ടും ഒക്കെ എന്താണ് യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണം ലഭിക്കുന്നു. ലോകത്ത് മരുഭൂമിയില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ആണ് യൂറോപ്പ് നിലവിൽ ഉള്ളത്. ഇനി വർഷണം എന്ന കോൺസെപ്റ്റ് എന്നാണ് നോക്കാം. തുടർച്ചയായ ഖനീകരണത്തിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ദ്രവ്യരൂപത്തിൽ പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം. മഴ, മഞ്ഞുവീഴ്ച, ഹിമവൃഷ്ടി, ആലിപ്പഴം എന്നിവ എല്ലാം വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അപ്പം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഖനീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ജലകണികൾ എന്ത് ചെയ്യുന്നു? മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് താഴേക്ക് വരുന്നു. അത് മഴയായിട്ട് പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞുവീഴ്ചയായിട്ട് പെയ്യുന്നുണ്ട്, ഹിമവൃഷ്ടി സ്ലീറ്റുകളായിട്ട് പെയ്യുന്നുണ്ട്, ആലിപ്പഴം ഹെയിൽ സ്റ്റോണുകളായിട്ട് പെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്കിവിടെ ഒരു പോയിന്റ് കോമൺ ആയിട്ട് ചോദിക്കാം. വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ,
മഞ്ഞുവീഴ്ച, ഹിമവൃഷ്ടി, ആലിപ്പഴം എന്നിവ. അത് ഓർത്ത് വയ്ക്കാം, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ തുടർച്ചയായ ഘനീകരണത്തിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് ഭൂമിയിലേക്ക് കരദ്രവ്യ രൂപത്തിൽ പതിക്കുന്നതിനെ എന്തെന്ന് പറയാം? അതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 2 പോയിന്റ് നമുക്ക് ജോഗ്രഫിക്കൽ ബേസിൽ തന്നെ 2 പോയിന്റ് നമുക്കിവിടെ കിട്ടും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഉഷ്ണമരുഭൂമിയും ശീതമരുഭൂമിയും എന്തെന്നാണ് കേട്ടോ. മരുഭൂമി എന്ന വാക്ക് നമ്മുടെ മനസ്സിലെത്തുന്നത് എന്താണ്? മണലുമൊണ്ട് വിശാലമായ ഏരിയ കവർ ചെയ്തിരിക്കുന്നു, അവിടെ അത്ര ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ ഒരു കോൺസെപ്റ്റാണ്, വിശാലതയാണ് അല്ലെ, മണൽ മാത്രമെന്ന്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം 25 സെന്റിമീറ്ററിന് മുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 25 സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായി കണക്കാക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മളൊന്ന് 25 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കാത്തത് മരുഭൂമിയായിട്ട് കണക്കാക്കുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാം. പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ടെക്സ്റ്റ് ബേസ്ഡ് SCERT ടെക്സ്റ്റ് ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കാം, 25 സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഒരു വർഷത്തിൽ 25 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചില്ല എങ്കിൽ ആ ഒരു പ്രദേശത്തെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? മരുഭൂമിയായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയും ഒരു മരുഭൂമിയാണ് അല്ലെ. അന്റാർട്ടിക്ക ശീത മരുഭൂമിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. അപ്പൊ ശീത മരുഭൂമിക്ക് ഉദാഹരണം അന്റാർട്ടിക്ക. 25 സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായി കണക്കാക്കുന്നു. വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന അന്റാർട്ടിക്ക എന്തിന് ഉദാഹരണമാണ്? ഒരു ശീത മരുഭൂമിക്ക് ഉദാഹരണമാണ്. ഓർക്കാം. ഇനിയും നമുക്ക് കാലാവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, നമ്മൾ അവരുടെ ഭൂപ്രദേശം പറഞ്ഞു, ഭൂപ്രകൃതി പറഞ്ഞു അല്ലെ. ഇനി കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി പല പല എന്താണ് ക്ലൈമറ്റ് ചേഞ്ചുകൾ അവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തേതാണ് ആർട്ടിക് കാലാവസ്ഥ അഥവാ തുന്ദ്ര കാലാവസ്ഥ. ആർട്ടിക് ഓർ തുന്ദ്ര ക്ലൈമറ്റ് എന്താണ് എന്ന് നോക്കാം അല്ലെ. ഇതൊക്കെ യൂറോപ്പിന്റെ കാലാവസ്ഥാ മേഖലകളാണ് കേട്ടോ. ഈ ഭാഗം റെഡ് ആണ് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ കേട്ടോ. ഈ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇനി ഈ ബ്ലൂ കാണുന്നുണ്ടോ, ലൈറ്റ് ബ്ലൂ, ഇതാണ് ഉപ ആർട്ടിക് കാലാവസ്ഥ. ഈ പച്ച കാണുന്നുണ്ടോ, ഇതാണ് ആർട്ടിക് കാലാവസ്ഥ. പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇതാണ്, ഈ ഭാഗത്താണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. അപ്പൊ നമ്മൾ നേരത്തെ ആദ്യം കണ്ടല്ലേ, മുകളില് ഓഷൻ കണ്ടു, മെഡിറ്ററേനിയൻ സീ കണ്ടു അല്ലെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാലാവസ്ഥ. ഇപ്പം ഈ ഓരോ ഏരിയകളുടെയും കാലാവസ്ഥ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് കാണാം ആർട്ടിക് കാലാവസ്ഥ അഥവാ തുന്ദ്ര കാലാവസ്ഥ എന്നത്. തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവുമാണ് ആർട്ടിക് കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും, തണുപ്പുണ്ട് പക്ഷെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വേനൽക്കാലം, ഒരു സമ്മർ സീസണും വളരെ ദൈർഘ്യമുള്ള, വളരെ ലോങ് ആയിട്ടുള്ള, വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു വിന്റർ സീസണുമാണ് എന്ത് പറയുന്നത്? ആർട്ടിക് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം വേനൽക്കാലത്തെ താപനില എന്ന് പറയുന്നത് നോക്കാം, വെറും 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം നമ്മുടെ താപനില എന്താണ് എന്നുള്ളത്. അപ്പൊ ശൈത്യകാലത്തിൽ അത് -25 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നു, അത് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നു. അപ്പം ആർട്ടിക് കാലാവസ്ഥ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥ സ്പെഷ്യാലിറ്റിയാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും, തണുപ്പുണ്ട് പക്ഷെ അതെന്താണ് സമ്മർ സീസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോഴത്തെ ഒരു താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഹാർഷ് ആയിട്ടുള്ള, അതായത് വളരെ ദൈർഘ്യമുള്ള കഠിനമായിട്ടുള്ള ശൈത്യകാലമാണ്. ആ സമയത്ത് താപനില കുറഞ്ഞ് -25 ഡിഗ്രി സെൽഷ്യസ് ടു -40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശൈത്യകാലത്ത് 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശം ഇല്ലാത്ത സാഹചര്യമാണ് ഇവിടെ. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ അത്രയും ഹാർഷ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് സൂര്യപ്രകാശം? ഏകദേശം 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശം ഇല്ലാത്ത അവസ്ഥ ഇവിടുത്തെ പ്രത്യേകതയാണ്. 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശമേ ഇല്ല. ഇനി ഒരു വ്യക്തി അന്തരീക്ഷത്തിലേക്ക് വീശി ഒഴിക്കുന്ന ജലം കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പിക്ചർ, മഞ്ഞായി മാറുന്ന അവസ്ഥ. അതായത് വിത്തിൻ സെക്കൻഡ്സ്, വളരെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം മഞ്ഞായി കൺവേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, നമ്മൾ ആ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പം എത്രത്തോളം ഹാർഷ് ആണെന്ന് നമുക്ക് ഊഹിക്കാം. സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം ഇല്ലെങ്കിൽ, ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ചെടികൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ, സസ്യജാലങ്ങൾക്ക് വളരെ പ്രശ്നമാണ്. അപ്പം അവിടെ
അതിനെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന ചെടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞു രൂപത്തിലുള്ള വർഷണവും സസ്യങ്ങളുടെ വളർച്ചയെ തടയുന്നു. അപ്പം ഇവിടുത്തെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഭീഷണി എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള നൈറ്റ്സ് ആണ്. ഓക്കെ, തണുപ്പ് എന്ന് പറയുന്നത് ഹാർഷാണ്, അത്രത്തോളം ഇത്, അതായത് മഞ്ഞിങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് വരുമ്പോൾ ചെടി വളരോ, വളരെ ബുദ്ധിമുട്ടാണ് ചെടിക്ക് വളരാൻ. അപ്പൊ ഇത് കാരണം ശൈത്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കുറ്റിച്ചെടികൾ, അപ്പൊ ഈ ഹാർഷായിട്ടുള്ള ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഷ്രബ്സ്, അതായത് കുറ്റിച്ചെടികൾക്കും ലിച്ചൻസ് പായലുകൾക്കും പിന്നെ പൂപ്പലുകൾ, മോസസിന് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, വളരെ ഹ്രസ്വമായ ഒരു സമ്മർ സീസണാണ്. ആ സമയത്ത് നമ്മുടെ താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ ഹാർഷ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള വിന്റർ സീസൺ ആണ്. ആ സമയത്ത് തണുപ്പെന്ന് പറയുന്നത് -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ പോവാം. പിന്നെ പറഞ്ഞത് എന്താണ്, 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശമേ ലഭിക്കാത്ത ഒരവസ്ഥ എന്നതാണ് മറ്റൊരു സംഭവം. പിന്നെ നമ്മൾ വെള്ളം എടുത്ത് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഐസായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരവസ്ഥ. പിന്നെ വർഷണം മഞ്ഞിന്റെ രൂപത്തിലാണ്. സോ അതിനെല്ലാം മറികടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റുന്ന ചെടികളായ കുറ്റിച്ചെടികൾക്കോ മോസസിനോ പൂപ്പലുകൾക്കോ പായലുകൾക്കോ ലിച്ചൻസിനോ മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയും തുന്ദ്ര കാലാവസ്ഥയിലെ സസ്യജാലങ്ങളും ങ്ങളുടെ കുറവ് ഇവിടെയുള്ള ജന്തുജാലങ്ങളുടെ എണ്ണത്തെയും ബാധിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഹെർബിവോറസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് ഡിപ്പെൻഡ് ഓൺ എന്താണ്, പ്ലാന്റ്സ് ആണല്ലേ. അപ്പൊ പ്ലാന്റ്സ് തന്നെ വളരെ കുറവാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന, പിന്നെ ഈ ഹാർഷ് കാലാവസ്ഥയും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൃഗങ്ങൾക്ക് മാത്രമേ ഈ ഒരു ക്ലൈമറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന കട്ടിയുള്ള രോമങ്ങളുള്ള നമുക്ക് കാണാൻ പറ്റുന്നു അല്ലെ. ചെന്നായിനെ കാണാൻ പറ്റുന്നുണ്ട്, പോളാർ ബിയാസിനെ ധ്രുവക്കരടികളെ കാണാൻ പറ്റുന്നുണ്ട്, റെയിൻ ഡീസിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവരുടെയും നമ്മുടെ ഫെർ നോക്കി ഭയങ്കര ഹാർഡായിട്ടുള്ള ഈ തണുപ്പിനെ എന്ത് ചെയ്യണം, അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള രോമങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് സബ് ആർട്ടിക് ടൈഗ ക്ലൈമറ്റ്. അപ്പൊ ആർട്ടിക് പറഞ്ഞു അല്ലെ, ആർട്ടിക് അഥവാ തുന്ദ്ര പറഞ്ഞു, ഇത് സബ് ആർട്ടിക്. അപ്പൊ അത്രത്തോളം ഹാർഷ് അല്ല എങ്കിലും ഹാർഷ് തന്നെയാണ്. ഉപ ആർട്ടിക് കാലാവസ്ഥ അഥവാ ടൈഗ കാലാവസ്ഥ എന്നാണ് പറയുന്നത്. ഇതും ഈ ഉപ ആർട്ടിക് കാലാവസ്ഥയും നമ്മുടെ തുന്ദ്ര കാലാവസ്ഥയുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെയും ഹ്രസ്വമായ വേനൽക്കാലം തന്നെയാണ് ലഭിക്കുന്നത്. ഇളം ചൂടുള്ളതാണെങ്കിലും ശൈത്യം ആർട്ടിക് കാലാവസ്ഥയിൽ ഇതുപോലെ കഠിനമാണ്. അപ്പം ഹ്രസ്വമായ വേനൽക്കാലമാണ്, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വേനൽക്കാലമാണ് ഇവർക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇവരുടെയും തണുത്ത്, അതായത് വിന്റർ സീസൺ അഥവാ ശൈത്യം എന്ന് പറയുന്നത് ഹാർഷ് തന്നെയാണ്. വർഷത്തിൽ 5 മുതൽ 7 മാസം വരെ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ നേരത്തെ അവിടെ പറഞ്ഞു 5 മുതൽ 6 മാസം വരെ ആയാലും സൂര്യപ്രകാശം ഇല്ല, -25 to -40 ഡിഗ്രി വരെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു 7 മാസം വരെ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്ന് പറയുന്നു. മറ്റെന്താ, നെഗറ്റീവിലേക്ക് പോയി നമ്മൾ കണ്ടതാണ്. ഇവിടെയും ടൈഗ കാലാവസ്ഥയിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷണം മഞ്ഞ് രൂപത്തിലാണ്. പിന്നെ പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അഥവാ കോണിഫറസ് ട്രീസ്. എന്താണ് കോണിഫറസ് ട്രീസ് എന്ന് പറയുന്നത്? നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കില്ലേ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന്റെ മോൾ ഭാഗം കോണാണ് അല്ലെ. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു മരം അവിടെ വളരുന്നത്? ബിക്കോസ് ഈ വന്ന് വീഴുന്ന മഞ്ഞ് അല്ലെ, വർഷണത്തിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് വന്ന് വീഴുന്ന ഈ മഞ്ഞ് ഈ മരത്തിൽ ഹോൾഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി താഴോട്ട് വരില്ല, അത് മരത്തിന് കേടാണ്. സോ ഇതിന്റെ പുറത്ത് മഞ്ഞ് വീണാലും എന്ത് ചെയ്യുന്നു, ബിക്കോസ് ഈ കോണിഫറസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇതങ്ങ് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ടൈഗ കാലാവസ്ഥയിലെ പ്രധാന സസ്യസമ്പത്ത്, അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പോളാർ ബിയാസ് ഒക്കെ നമുക്ക് ആർട്ടിക്കിൽ കാണാൻ പറ്റും. ഇവിടത്തുള്ളത് ഏതാണെന്ന് നോക്കാം. ഇവിടെ സസ്യമാണെങ്കിൽ പൈൻ മരങ്ങളെ, ദേവദാരു സിഡാർ മരങ്ങളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂജയാണ് ലിങ്സ്. രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂച്ച ലിങ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ എർമൈൻ എന്ന് പറയുന്നത് ഇതാണ് എർമൈൻ കേട്ടോ. എർമൈൻ കണ്ടോ, എർമൈൻ്റെ ഒരു സ്കിന്നൊക്കെ കണ്ടോ. അതേപോലെ തന്നെ വെള്ളിക്കുറുക്കൻ, ഇതാണ് വെള്ളിക്കുറുക്കൻ എന്ന് പറയുന്നത്, സിൽവർ ഫോക്സ് ആണ്. അപ്പൊ ഈ ടൈഗ അഥവാ സബാർട്ടിക് ക്ലൈമറ്റിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വെള്ളിക്കുറുക്കൻ, എർമൈന്, അതുപോലെ ലിങ്സ് എന്ന പേരുള്ള കാട്ടുപൂച്ചയാണ്. നമ്മൾ ആർട്ടിക്കിൽ കണ്ടു ആരൊക്കെയാണ്, പോളാർ ബിയറിനെ കണ്ടു അല്ലെ, ചെന്നായനെ കണ്ടു,
അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടു, റെയിൻഡീസിനെയും കണ്ടു. ഓക്കെ, അടുത്തത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്തിലും വെസ്റ്റിലും ഹാർഷാണ് എങ്കിൽ സൗത്തിലും ഈസ്റ്റിലും കുറച്ചുകൂടി നല്ലതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിന്റെ പ്രത്യേകത എന്താണ്? വേനൽ കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്നു. അപ്പം കിഴക്കൻ പ്രദേശങ്ങളിൽ വേനലുണ്ട്, അതിശൈത്യവും ഉണ്ട്, രണ്ടും ഉണ്ട്. ഹാർഷായിട്ടുള്ള ശൈത്യകാലവും അവിടെയും ഉണ്ട്. ഈ കാലാവസ്ഥയെ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ എന്തറിയപ്പെടുന്നു? കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ അഥവാ ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ശൈത്യകാല താപനില എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പം അതിന്റെ താഴേക്ക് പോകുന്നു. അപ്പം വിന്റർ സീസൺ ആകുമ്പോൾ ചില സമയങ്ങളിൽ 0 ഡിഗ്രി സെൽഷ്യസിനും താഴെ പോകാറുണ്ട്, നെഗറ്റീവ് ആവാറുണ്ട് എന്നാണ് പറയുന്നത്. വേനൽക്കാലത്ത് നേർത്ത മഴ ലഭിക്കാറുണ്ട് എന്ന് പറയുന്നു. പിന്നെ എന്ത് പറയുന്നു? വിരളമായ മഴയും കടുത്ത ചൂടും കാരണം ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വൻമരങ്ങൾ വളരാറില്ല. എന്തുകൊണ്ടാണ് വൻമരങ്ങൾ വളരാത്തത്? അവിടുത്തെ കാലാവസ്ഥ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലേ. വിരളമായ മഴ, വല്ലപ്പോഴേ മഴ പെയ്യുന്നുള്ളൂ, ചൂടാണെങ്കിലോ ഭയങ്കര കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു പുൽമേടുകളെ കുറിച്ച് അല്ലെ. സ്റ്റെപ്പീസ് പുൽമേടുകൾ കാണപ്പെടുന്ന കോണ്ടിനെന്റ് ആണ് യൂറോപ്പ് എന്ന് പറഞ്ഞില്ലേ. അപ്പം സ്റ്റെപ്പീസ് എവിടെയാണ്? സ്റ്റെപ്പീസിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. അപ്പൊ കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ് എവിടെ അനുഭവപ്പെടുന്നത്? സ്റ്റെപ്പീസിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി അതായത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയെ അതിജീവിച്ച് ജീവിക്കുന്ന ജന്തുക്കളുടെ പട്ടികയിൽ കൃഷ്ണമൃഗം വരും. ആന്റ്ലോപ്പ്, ചെന്നായുണ്ട്, വൂൾഫുണ്ട്, കുതിരകളുണ്ട്. അപ്പം പ്രധാന മൃഗങ്ങൾ ഈ ഒരു ക്ലൈമറ്റിനെ അതിജീവിച്ച് യൂറോപ്പിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണിത്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തും കാണപ്പെടുന്ന മൃഗങ്ങളെ, ആർട്ടിക്കിൽ കണ്ടു മൃഗങ്ങളെ അല്ലെ, അതുപോലെ തന്നെ സബ് ആർട്ടിക്കിൽ കണ്ടു മൃഗങ്ങളെ. ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിലും മൃഗങ്ങളെ കാണുന്നു. ഇനി അടുത്ത പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ, ദാറ്റ് ഇസ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് എന്താണെന്ന് നോക്കാം. കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുമാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. അപ്പം യൂറോപ്പിലെ പടിഞ്ഞാറ് കാണപ്പെടുന്ന കാലാവസ്ഥ എന്താണ്? കഠിനമായ ശൈത്യം, അവിടെയും തണുപ്പ് ഹാർഷാണ്, മിതമായ ചൂട്. ഓക്കെ, ഇനി വടക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, നെതർലാൻഡ്സ്, ബെൽജിയം, തെക്കൻ നോർവേ, ഡെൻമാർക്ക്, പടിഞ്ഞാറൻ ഫ്രാൻസ്, വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ കാണപ്പെടുന്നത്. ഇവിടുത്തെ 4ാമത്തെ ക്ലൈമറ്റ് ഫോമാണ് വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ്. അപ്പം വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അനുഭവപ്പെടുന്ന യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ, നെതർലാൻഡ്, ബെൽജിയം, തെക്കൻ നോർവേ. തെക്കൻ നോർവേ എന്ന് പറയുമ്പോൾ സൗത്ത് നോർവേ, ഡെൻമാർക്ക്, പിന്നെ ഫ്രാൻസ്, വെസ്റ്റേൺ ഫ്രാൻസിന്റെ വെസ്റ്റ് ഭാഗം, വടക്കൻ സ്പെയിനിന്റെ നോർത്ത് ഭാഗം. ഇവിടെയാണ് ഈ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് നമുക്ക് ഓർക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം ഇവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലെ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇവിടെ നിലകൊള്ളുന്ന സമുദ്രമാണ്. ഏത് സമുദ്രം? അറ്റ്ലാന്റിക് സമുദ്രം. ഇനി പറയാം, സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുമുള്ള ഇലപൊഴിയും മരങ്ങളാണ്. അപ്പൊ ഇലപൊഴിയും മരങ്ങൾ ആണ് ഇവിടത്തിന്റെ മറ്റൊരു പ്രത്യേകത. ബീച്ച്, എൽം, ഓക്ക്, ബർച്ച്, ആഷ് എന്നിവ ഇവിടെ ഉദാഹരണമാണ്. ഇവിടെ ഈ മരങ്ങളെല്ലാം കാണപ്പെടുന്നത് ഈ ഒരു ക്ലൈമറ്റ് എക്സിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളിലാണ്. അണ്ണാൻ, കുറുക്കൻ, മുയൽ, മാൻ, ചെന്നായ എല്ലാം ഇവിടെ കാണപ്പെടുന്ന മൃഗങ്ങളാണ്. ഇനി മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ 5ാമത്തെ വിഭാഗമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ്. ഏതാണ്? കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ്. ഓക്കെ, അപ്പം ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ്? പോർച്ചുഗീസ്, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹർസഗോവിന, ക്രൊയേഷ്യ, തെക്കൻ ഫ്രാൻസ്. ഇവിടെയൊക്കെയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാണുന്നത്. ഇവിടെ ചൂട് കൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത മഴയോടുകൂടിയ ശൈത്യകാലവുമാണ്. അപ്പം വേനൽക്കാലത്തിൽ ചൂട് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തണുത്ത മഴയോടുകൂടിയ ശൈത്യകാലവുമാണ്. മഴ വർഷിക്കുന്ന ശൈത്യകാലവും ഇവിടെ ലഭ്യമാണ്. അതാണ് ഇവയുടെ പ്രത്യേകത എന്ന് തന്നെ പറയാം. മരങ്ങളും കുറ്റിച്ചെടികളും നന്നായി വളരുന്ന കാലാവസ്ഥയാണിത്. അപ്പം നമ്മൾ ആദ്യം ആർട്ടിക്കിൾ പറഞ്ഞു, അത്രയും അതിജീവിക്കാൻ സാധിക്കുന്ന ഷ്രബ്സോ അതുപോലെ തന്നെ ലിച്ചൻസിനോ മോസസിനോ മാത്രമേ അവിടെ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? വെട്ടേറിയൻ കുറ്റിച്ചെടികളെ നന്നായി വളരുന്ന കാലാവസ്ഥയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ റോസ്മേരി, ലാവെൻഡർ, ഒലിവ്, പൈൻ, ഓറഞ്ച്, മുന്തിരി, അത്തി ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യവിഭവങ്ങളാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ഈ കാലാവസ്ഥ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയകളിൽ
ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഈ ചെടികളുടെയൊക്കെ അവൈലബിലിറ്റി കൂടുതലാണ്. നമുക്കറിയാം മുന്തിരിയുടെ പ്രത്യേകത അല്ലേ, ഐബീരിയൻ കാട്ടുപൂച്ച, ദാറ്റ് ഈസ് ഐബീരിയൻ ലിങ്സ്, ബാർബറി മെക്കാക്ക്, അതുപോലെ മൗഫ്ലോൺ ആട്, ഇതെല്ലാം സ്പാനിഷ് ഇംപീരിയൽ പരുന്ത്, ഗൗളിക്കിളി, ദാറ്റ് ഈസ് നുറ്റാക്ക്, ജന്തുവർഗ്ഗങ്ങൾ മെഡിറ്ററേനിയൻ്റെ പ്രദേശത്ത്. അപ്പം നമുക്ക് കുറേ പിക്ചർ കാണാം അല്ലേ, സ്പാനിഷ് ഇംപീരിയൽ പരുന്തിനെ കാണാം, ഐബീരിയൻ കാട്ടുപൂച്ച അതാ കണ്ടോ, അതുപോലെ ബാർബറി മെക്കാക്ക് ഒരു കുരങ്ങ് വർഗ്ഗത്തിൽപ്പെടുന്നു, മൗഫ്ലോൺ ആട്. അപ്പം ഇതെല്ലാം ഈ ഒരു കാലാവസ്ഥയെ ജീവിക്കുന്ന ആ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി നമ്മൾക്ക് ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് PYQ ആയിട്ട്, വിറ്റി കൾച്ചർ അല്ലേ. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ മുന്തിരി കൃഷിയാണ്, നമ്മൾ മുന്തിരി കൃഷിയെയാണ് നമ്മൾ എന്താണ് വിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. ഈ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മുന്തിരി കൃഷി നടക്കുന്നുണ്ട്, അതിനെ നമ്മൾ വിറ്റി കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇതോടൊപ്പം വീഞ്ഞ് നിർമ്മാണം അല്ലെ, മുന്തിരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് വൈൻ അഥവാ വീഞ്ഞാണ് അല്ലെ. അപ്പം വൈൻ എന്ന് പറയുന്നത് ഈ ഏരിയയിലെ എന്താണ് ഒരു വ്യാപാരം തന്നെയാണ്, നിർമ്മാണവും ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമാക്കി കണക്കാക്കുന്നു. അപ്പോൾ വിറ്റി കൾച്ചർ എന്താണ്, മുന്തിരി കൃഷിയാണ്. ഈ ഏരിയയിലെ മെഡിറ്ററേനിയൻ ഏരിയയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ അത് ഈ വീഞ്ഞ് ഉൽപാദനമാണ് എന്ന് നമുക്ക് പറയാം. ഈ കാലാവസ്ഥ നമ്മൾ 5 കാലാവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, നമുക്കൊന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണ്, ഹ്രസ്വമായ വേനൽക്കാലമാണ് അല്ലെ, വളരെ ഷോർട്ട് ആയിട്ടുള്ള സമ്മർ സീസൺ, ദൈർഘ്യമുള്ള ഹാർഷ് ആൻഡ് ലെങ്തി ആയിട്ടുള്ള വിന്റർ സീസൺ. അപ്പം ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത് മാക്സിമം 10 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് വരെ നെഗറ്റീവ് കുറയും. പിന്നെ ഇവിടെ കുറ്റിച്ചെടികളും പായലുകളും പൂപ്പലുകളും ജീവിക്കുന്നു. ചെന്നായ, ധ്രുവക്കരടി, ആർട്ടിക് കാട്ടുമുയലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും രണ്ടാമത്തേതാണ് ഉപ ആർട്ടിക് കാലാവസ്ഥ. ഇതാണ് തുന്ദ്ര. ആർട്ടിക്കിന്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു തുന്ദ്ര കാലാവസ്ഥ. ഇത് ടൈഗ അല്ലെ, ടൈഗ കാലാവസ്ഥ. അപ്പം ഹ്രസ്വമായ വേനൽക്കാലവും ദൈർഘ്യമുള്ള ശൈത്യകാലവും, മഞ്ഞു രൂപത്തിലുള്ള വർഷണം, സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ, പൈൻ, ദേവദാരു, കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ നമ്മൾ കണ്ടു അല്ലെ. അടുത്തത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്താണ്, യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ കഠിനമായ വേനലാണ് കേട്ടോ, ഒരിടത്ത് കഠിനമായ ശൈത്യമാണെങ്കിൽ ഈ ഭാഗത്ത് കഠിനമായ വേനലും അതിശൈത്യവും ഉണ്ട്. സ്റ്റെപ്പീസ് മുൾമേടുകളെ നമുക്ക് ഓർക്കാം. കൃഷ്ണമൃഗം, ചെന്നായ, കുതിരയാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്ന മൃഗങ്ങൾ. ഇനി നാലാമത്തേതായത് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സസ്യവളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാണ്. ഇലപൊഴിയും മരങ്ങൾ, ബെർച്ച്, എൽമ്, ഓക്ക് ഒക്കെ നമുക്ക് കാണാം. അണ്ണാൻ, കുറുക്കൻ, മുയൽ, മാൻ എല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട മൃഗങ്ങളാണ്. സോ ലാസ്റ്റത്തുള്ളത് നോക്കാം, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. ഇവിടെ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ചൂട് കൂടിയ വരണ്ട വേനലാണ്, മഴയോട് കൂടിയ ശൈത്യകാലം ലഭ്യമാണ്. ലാവെൻഡർ, റോസ്മേരി, ഒലിവ്, ഓറഞ്ച് പ്രധാനപ്പെട്ട കൃഷി അല്ലെങ്കിൽ ഇവിടുത്തുള്ള ട്രീസ് ആണ്, അല്ലെങ്കിൽ മരങ്ങളാണ്, സസ്യജാലങ്ങളാണ്. ഐബീരിയൻ കാട്ടുപൂജ, ബാർബറി മെക്കാക്ക്, മഫ്ലോൺ ആട് എല്ലാം ഇവിടെ കാണപ്പെടുന്ന മൃഗങ്ങളാണ് എന്നത് ഓർക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ചോദ്യങ്ങളിലേക്ക് വന്നാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെപ്പറേറ്റഡ് യൂറോപ്പ് ഫ്രം ഏഷ്യ? ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞു എന്താണ്, യുറേഷ്യ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നോക്കടാ, ഏതൊക്കെയാണ്? കാസ്പിയൻ സീയും യൂറൽ മൗണ്ടൻസും ആണ് കേട്ടോ. കാസ്പിയൻ സീയും യൂറൽ മൗണ്ടൻസ്. അത് ദാറ്റ് ഈസ് ദ ഓൺലി കോണ്ടിനെന്റ് വിത്തൗട്ട് എ ഡെസേർട്ട്. ഒരു ഡെസേർട്ട് ഇല്ലാത്ത ഭൂഖണ്ഡം, ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ്? നമ്മൾ പഠിച്ച യൂറോപ്പാണ്. The vast treeless temperate grasslands found in Eastern Europe and Central Asia are called എന്ന് പറഞ്ഞ് ഇവിടുത്തെ സ്റ്റെപ്സ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പുതുമയാർന്ന ചോദ്യങ്ങൾ PSC കൊണ്ടുവന്നാലും നമുക്ക് ആൻസർ ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണ്. നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളത്. ഇതുപോലത്തുള്ള ഒരുപാട് സീരീസുകൾ സഹകാരി റൈസ് പ്ലസ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. കൃത്യമായി എല്ലാം നിങ്ങൾ കാണുക. അതിനായിട്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ സഹകാരി റൈസ് പ്ലസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു SCERT സെക്ഷനുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. താങ്ക് യു.